ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടെ ഉള്ളതെന്നറിയോ? നമ്മുടെ സ്വന്തം ചെറായി ബീച്ചിലെ മെയിൻ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡാസ്റ്റർ ഹൗസിലാണ് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇവർ മിക്ക വർഷങ്ങളിലും വെക്കേഷൻ ടൈം ആവാറാകുമ്പോഴേക്കും ഇത് ഓപ്പൺ ചെയ്യാറുണ്ട്. നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീനുകളും പാമ്പുകളും ഇഗ്വാനസും പക്ഷികളൊക്കെ ഉണ്ട്. കാശി ഭയങ്കര ഹാപ്പിയായി. അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഞാനും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗൈസ്. പല തരത്തിലുള്ള ഇഗ്വാനാസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ മീൻ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിറയെ പൈപ്പ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്നാണ് ഈ മീൻ ഇരിക്കുന്നത്. കാശിമീക്കും ഓടി കിടന്ന കാഴ്ചകളാണായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ പക്ഷിയുടെ പേര് വരുന്നത് ടോക്കോ ടൗക്കൻ എന്നതാണ്. നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഗായ്സ്, നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണേ. ഇതിന് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, ഇത് നമ്മുടെ തെരണ്ടിയുടെ കുഞ്ഞാണേ. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇതൊരു മരക്കൊമ്പ് മാത്രമാണെന്ന്. പക്ഷേ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാദ്യം കൂട്ടിൽ നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. പക്ഷേ ആൾ ഈ സൈഡിലിരുന്ന് എന്തോ കഴിക്കുമായിരുന്നു. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ നോക്കുവാണ്. ആരുടെ എൻ്റെ സമ്മതമില്ലാണ്ട് എൻ്റെ ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു നോട്ടമായിരുന്നു അവൻ്റെ ഇത്. പിന്നെ കുറച്ച് പേര് എന്നെപ്പോലെ തന്നെ ഫോട്ടോക്ക് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഗായ്സ്, പിന്നെ നമുക്കിവിടെ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. പിള്ളേർക്ക് ഫ്രീ ആണ് കേട്ടോ. പിള്ളേർക്ക് ക്യാഷൊന്നും വരുന്നില്ല. പിന്നെ ഒരു കാര്യത്തിന് എക്സ്ട്രാ ഫീസ് വരുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഞാനും കാശിക്കും കൂടെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല അനുസരണമുള്ള പിള്ളേരുന്നു. ഓടിക്കളിച്ച് ഏറ്റവും ലാസ്റ്റ് 2 എണ്ണത്തിന് ഞാൻ കയ്യിൽ പിടിച്ചേക്കാണ്. ഇതാണ് നമ്മുടെ ആരാപ്പയമ്മ. ഞാൻ വീഡിയോസിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല വലിപ്പവും നീളവും ഉണ്ടായിരുന്നു. കാശി കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കണേണ്, ഇതെന്ത് സാധനമെന്നും പറഞ്ഞ്. അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ സെൻറ്ററിലേക്കാണ്. ഇവിടെയാണ് 50 രൂപ എക്സ്ട്രാ ഫീസ് വരുമെന്ന് ഞാൻ പറഞ്ഞത്. ഈ പാമ്പിനെടുക്കണേന് നമുക്ക് 50 രൂപ എക്സ്ട്രാ ഫീസ് വരുന്നുണ്ട്. കുട്ടികളടക്കം എല്ലാവരും പാമ്പിനെ കയ്യിൽ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ പാമ്പിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ കാശിക്ക് എനിക്കും തൊടണം അമ്മയെന്നും പറഞ്ഞ് ഒച്ചപ്പാടായിരുന്നു. അങ്ങനെ അവന് കഴുത്തിലാണ് ഇട്ട് കൊടുത്തത്. ആദ്യം ചെറിയൊരു പേടിയൊക്കെ ആൾക്ക് വന്നെങ്കിലും പിന്നെ ഓക്കെ ആയി. ഇനി വഴി കാണുന്ന പാമ്പിനെ എടുത്ത് കയ്യിൽ പിടിക്കുമെന്നാണ് എൻ്റെ പേടി. അങ്ങനെ ഞാൻ എടുത്തു ഗൈസ് പാമ്പിനെ. ഉള്ളിലൊരു ചെറിയ പേടി ഇല്ലാതില്ല. കാശിയാണെങ്കിൽ എന്തോ കളിപ്പാട്ടം കിട്ടിയ മാതിരി പാമ്പിനെ പിടിച്ച് വലിക്കായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് വശമൊന്നും മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചാണ് മടങ്ങിയത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.